നമസ്കാരം. നമസ്കാരം പറയുമ്പോൾ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞോളൂ. ഞാനും ഇവിടെ എത്തി നിങ്ങളെ പോലെ. നിങ്ങളൊക്കെ ഓൾറെഡി ക്ഷണിച്ച് അത്യാവശ്യമായിട്ട് എന്തൊക്കെയോ സമ്മാനം മേടിക്കാനൊക്കെ വന്നിട്ടുള്ളവരാണ് അല്ലേ? ആണോ അല്ലയോ? ഞാൻ അബദ്ധവശാൽ ഇന്നലെ ലിജുവിനെ ഫോൺ ചെയ്തു. ഞാൻ കേരളത്തിൽ എത്തി എന്ന് പറഞ്ഞിട്ട്. ഞാൻ കേരളത്തിലല്ല, ഞാൻ ഹൈദരാബാദിലാണ്. എത്തി എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ട്, അവിടെ വരണം. അതിനു മുമ്പ് ഞാൻ കേരളത്തിൽ 3 വർഷം മുമ്പാണ് വന്നത്, കോവിഡ് തുടങ്ങുന്നതിന് മുമ്പ്. അതിനുശേഷം കേരളത്തിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 800 ഡേയ്സ് ആയിട്ടുണ്ടോ അല്ലേ? ആയില്ലയോ? അതിന് മുമ്പ് പല ക്ലാസ്സുകൾ എടുക്കാൻ വന്നിട്ടുള്ളതിൽ ഒരു ക്ലാസ് ഇപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു. കൈലാസ്നാഥൻ സ്കൂൾ തൃശ്ശൂര്. എനിക്ക് തോന്നുന്നു അതിനുശേഷം കുറേ പാരന്റ്സിനെ, അവിടെയുള്ള ചില കുട്ടികളുടെ പാരന്റ്സ് കുവൈത്തിൽ സ്കൂളിന്റെ പ്രിൻസിപ്പളാണ്. ഇപ്പൊ കുവൈത്തിൽ സ്കൂൾ നടത്തുന്ന ഒരാളുടെ പ്രിൻസിപ്പളിന്റെ കുട്ടിയെ കേരളത്തിലേക്ക് അയക്കുമ്പോൾ എന്ത് ചെയ്യും? അവർ ഏറ്റവും നല്ല സ്കൂൾ സെലക്ട് ചെയ്തിട്ടായിരുന്നു അല്ലേ? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ട് അവിടെ അയച്ചത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്, ഞാൻ ഇപ്പൊ ഇവരോട് ഷെയർ ചെയ്തിട്ടില്ല. അപ്പൊ പറഞ്ഞു അവിടെ റിജു ആൻഡ് പിന്നെ ഉറക്കെ വയസ്സായതുകൊണ്ട് ശരിക്കും കേട്ടില്ല എന്റെ കുട്ടികളെ. ഉറക്കെ ഓക്കെ. ഞാൻ കേരളത്തിലെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 1000-ലധികം സ്കൂൾസിൽ പോയിട്ടുണ്ട്. അപ്പൊ എത്ര കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ടാവും? ഇവിടെയുള്ള എത്ര കുട്ടികളും പാരന്റ്സും ടീച്ചേഴ്സും? പാരന്റ്സ് എത്ര പേരുണ്ടാവും? കുട്ടികളുടെ ഏകദേശം അതേ നമ്പർ അല്ലെങ്കിൽ ഡബിൾ അല്ലേ? ഇപ്പൊ 300 കുട്ടികൾ തന്നെ പറഞ്ഞോട്. അതുകൂടാതെ ടീച്ചേഴ്സ് ഉണ്ടാവും. എന്തായാലും പാരന്റ്സിനും ചിലരൊക്കെ ടീച്ചേഴ്സ് ആവും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 3 വർഗങ്ങളാണ് ടീച്ചേഴ്സ്, പാരന്റ്സ്, സ്റ്റുഡൻസ്. ആരാണ്? എന്റെ പേരെന്താ അറിയോ? ഡോക്ടർ. അത് മാത്തമാറ്റിക്സിലാണ്. ഞാൻ മാത്തമാറ്റിക്സ് ആണ് PhD എടുത്തത്. അത് ബാംഗ്ലൂരിൽ നിന്നായിരുന്നു. MSc പഠിച്ചത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ്. 20 വർഷം ഗവൺമെന്റ് സർവീസിൽ സ്പേസ് ഡിപ്പാർട്ട്മെന്റിന് ശേഷം ഞാൻ ഗവൺമെന്റ് സർവീസ് വിട്ടിട്ട് ആദ്യം വന്നത് നിങ്ങളുടെ അടുത്തുള്ള ഒരു പ്രദേശത്ത് തന്നെയാണ്, പാലക്കാട്. നിങ്ങളുടെ അടുത്ത ഡിസ്ട്രിക്റ്റ് ആണോ അല്ലേ? അവിടെ ഏറ്റവും പഠിക്കാൻ മോശമുള്ള, കേരളത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഗവൺമെന്റ് സ്കൂൾ എന്ന് പറയാം. അവിടെയുള്ള കുട്ടികളെ തിങ്കളാഴ്ച 8ാം ക്ലാസ്, ചൊവ്വാഴ്ച 9ാം ക്ലാസ്, ബുധനാഴ്ച 10ാം ക്ലാസ്, വ്യാഴാഴ്ച 11ാം ക്ലാസ്, വെള്ളിയാഴ്ച 12ാം ക്ലാസ്. 5 ദിവസം. സ്കൂളിലെ ടീച്ചർമാർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അന്ന് ആ സ്റ്റുഡൻസിനെ ഫുൾ ഒരു 300 സ്റ്റുഡൻസ് ഒക്കെ ഇതേപോലെ ഹാളിലേക്ക് രാവിലെ 9 മണി മുതൽ 4 മണി വരെ ക്ലാസ്. ഏത് കുട്ടിക്കും അവര് പഠിക്കുന്ന വിഷയത്തിൽ ഏത് സംശയവും ചോദിക്കാം. അന്ന് അതായിരിക്കും ക്ലാസ്. അപ്പൊ അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കുറച്ച് ക്ലാസ് എടുത്തപ്പോ എനിക്ക് തോന്നി 8ാം ക്ലാസ്സിലെ കുറച്ച് കുട്ടികളെ മാറ്റിയെടുക്കാം. 8th ക്ലാസ്സിലെ കുട്ടികളെയാണ് നമ്മൾ നന്നാക്കി എടുക്കാൻ തുടങ്ങേണ്ടത്. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. ഞാൻ മോശം കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അതെന്തിനാ ഞാൻ മോശം കുട്ടികളെ ഫോക്കസ് ചെയ്തതെന്ന് വെച്ചാൽ 8ാം ക്ലാസ്സിൽ ഏറ്റവും മോശം കുട്ടിയായതുകൊണ്ട് ഒരു സ്കൂളിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ്. ഐ വാസ് ദ വേർസ്റ്റ് സ്റ്റുഡന്റ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു റാങ്ക് കോമ്പറ്റീഷൻ ഇല്ലാതെ മേടിക്കാൻ പറ്റുന്നത് ഏതാണെന്നറിയോ? ലാസ്റ്റ് റാങ്ക്. ആ ലാസ്റ്റ് റാങ്ക് ആയിരുന്നു എനിക്ക് സ്ഥിരം. എനിക്ക് ആരും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നു. സ്ഥിരമായിട്ട് 27 കുട്ടികളുള്ള സ്കൂളില് 27ാമത്തെ റാങ്ക് കിട്ടിയാൽ ടീച്ചേഴ്സ് എന്ത് പറയും?
എങ്ങനെയെങ്കിലും ഒന്ന് നന്നായി കൂടെ പ്രത്യേകിച്ചു ഞാൻ നന്നാവില്ല, നിങ്ങൾ സ്കൂളിൽ നന്നാക്കാൻ ഞാൻ തീരുമാനിച്ചു, ഞാൻ പോവാണ് ടാറ്റാ ബൈ ബൈ. പക്ഷെ അതേ സ്കൂളിൽ ഇതേപോലെ ഒരു ചടങ്ങിൽ എന്നെ വിളിച്ചിട്ടുണ്ട്, A+ കിട്ടിയ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ സമ്മാനം കൊടുക്കാനൊക്കെ. പക്ഷെ അവിടുത്തെ ആ സമയത്തുള്ള പ്രിൻസിപ്പളിനെ അറിയിക്കാൻ എന്നെ അവിടുന്ന് പണ്ട് പുറത്താക്കിയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ഏറ്റവും മോശം കുട്ടിയെ വിളിച്ചിട്ടാണ് ഏറ്റവും നല്ല കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നത്. എന്റെ ഒരു ഭാഗ്യല്ലേ അല്ലേ? നിങ്ങൾക്കൊക്കെ ദോഷമാണ്. എന്താ കാരണം അറിയോ? ഈ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് പഠിച്ചാൽ 11ലും 12ലും അതിൽ കുറഞ്ഞു പോയാൽ നിങ്ങൾ വഴക്ക് പറയും. ആണോ അല്ലയോ? എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടായില്ല. കാരണം ഏറ്റവും മോശം മാർക്ക് 10, അതിൽ 52%. 11 ആകുമ്പോഴത്തേക്കും എല്ലാത്തിനും തോറ്റു. 12ാം ക്ലാസ്സില് 54%. അപ്പൊ നന്നായി ഇല്ലേ? മകൻ നന്നായി എന്ന് പറയുകയോ. അത് കഴിഞ്ഞു ഗ്രാജുവേഷൻ മാത്തമാറ്റിക്സ് പഠിച്ചപ്പോ 89%. പിന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ 2nd റാങ്ക്, MPhilന്റെ 1st റാങ്ക്, PhDയും MPhilലും കൂടി 3 വർഷം കൊണ്ട് സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി. അത് കഴിഞ്ഞ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടർ. അതൊക്കെ കഴിഞ്ഞപ്പോ മതിയാക്കി. എന്തിനറിയോ? ഈ 3 വർഗങ്ങളോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞില്ല. ആരൊക്കെയാണ്? ടീച്ചേഴ്സ്, പാരന്റ്സ്, സ്റ്റുഡൻസ്. അതിന്റെ ഷോർട്ട് ഫോം എന്താണ്? TPS. അതാണ് എന്റെ പേര്. ഡോക്ടർ TPS എന്നാണ് എന്റെ പേര്. ഞാൻ എന്താ ചെയ്യാം? കുട്ടികളെ പഠിക്കാൻ പഠിപ്പിക്കുക. അതാണ് ഞാൻ ആകെ ചെയ്യുന്നത്. നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ചു. പക്ഷെ ദോഹയിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നിങ്ങൾ പോയിട്ട് പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഡോക്ടർ TPS 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇലക്ട്രിസിറ്റി, ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി അല്ലേ? ദോഹയിൽ ഒരു കുട്ടി ബ്രില്യൻസ് ട്യൂട്ടോറിയൽ കേരളത്തിലാണ് ക്ലാസ് കോച്ചിങ് നടക്കുന്നത്. അപ്പൊ എന്നോട് വിളിച്ചു പറഞ്ഞു ആ ചാപ്റ്റർ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഉടനെ തന്നെ GPT വിളിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി പഠിപ്പിക്കും. അതാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഏത് വിഷയവും മനസ്സിലാവാതിരുന്നാൽ അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അത് മാത്തമാറ്റിക്സ് ആവാം, ഫിസിക്സ് ആവാം, കെമിസ്ട്രി ആവാം. എല്ലാ വിഷയങ്ങളും പഠിച്ചാൽ നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഭാരതത്തിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം ഏതാണെന്ന് അറിയാം. ഗ്രാജുവേഷന് ശേഷം മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ. ഏതാണ്? അതിന്റെ റിസൾട്ട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വന്നു. 1 ആഴ്ച മുമ്പ്. IAS സിവിൽ സർവീസ്. എന്റെ കുറേ കുട്ടികള് സിവിൽ സർവീസ്. ഇപ്പൊ നോക്കിയാൽ 21st സെഞ്ചുറി ഹൈദരാബാദ്, അവിടുത്തെ സെന്ററിൽ ഞാൻ ക്ലാസ് എടുക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. ഒരു സ്ഥിരമായിട്ടൊരു സ്ഥലത്തില്ല, പല സ്ഥലങ്ങളിൽ. എന്താണ് സിവിൽ സർവീസിന്റെ സിലബസ് എന്ന് ചോദിച്ചാൽ 10ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ വിവരമുണ്ടെങ്കിൽ, 10ാം ക്ലാസ് വരെ നിങ്ങളുടെ മാർക്കല്ല, 10ാം ക്ലാസ് വരെയുള്ള സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് നല്ല വിവരമുണ്ടെങ്കിൽ, പക്ഷെ ഇപ്പൊ എക്സാം എഴുതാൻ പറ്റിയ എപ്പോഴും എഴുതാൻ പറ്റാം? 11th 12th, അത് കഴിഞ്ഞ് 3 years. അപ്പൊ 5 വർഷം കഴിഞ്ഞിട്ടാണ് 10ാം ക്ലാസ് സിലബസ് രണ്ടാമതും എക്സാം എഴുതേണ്ടത്. അല്ല ബിടെക്കിനാണ് പോകുന്നെങ്കിൽ 2 വർഷം കൂടി ആഡ് ചെയ്യും, അല്ലെങ്കിൽ MBBS-നാണെങ്കിലും 2 വർഷം ആഡ് ചെയ്യും. അപ്പൊ 7 വർഷം 6 വർഷം 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇപ്പൊ എഴുതിയ 10ാം ക്ലാസ്സിലെ മാർക്ക് നിങ്ങൾക്ക് കിട്ടുമോ? ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിയ നിങ്ങൾക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടല്ലോ അല്ലേ? ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടാമത് തന്നാൽ നിങ്ങൾ പാസ്സാവുമോ? മിക്കവാറും ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഏറ്റവും നല്ല സ്കൂളിൽ പോയിട്ട് ഇത്തരം എക്സാമിനേഷൻ, ഞാൻ സൈക്കോളജി പഠിച്ചതാണ്. ആ സൈക്കോളജിയില് റിട്ടൻഷൻ പവർ, മെമ്മറിയിൽ എത്ര സംഭവം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും എന്ന് റിസർച്ച് നടത്തുന്ന സമയത്ത് ചെയ്തിട്ടുള്ള ചില പരിപാടികളാണ്. ഏറ്റവും നല്ല കുട്ടികളെ പിടിച്ചിട്ട് അവർ എക്സാമിന് എഴുതിയ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ട് രണ്ടാമത് എഴുതാൻ പറയും. ഒരു മണിക്കൂറിന് ശേഷം കംപ്ലീറ്റ് ബ്ലാങ്കാ. എന്താ കാരണം? നിങ്ങൾ പഠിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. ആണോ അല്ലയോ? Learning is entirely different from understanding. Learning is entirely different from understanding. നിങ്ങൾ ഇനി 11 12 പഠിക്കുമ്പോൾ മിക്കവാറും 10ാം ക്ലാസ് പഠിച്ചതിന്റെ കുറെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. കാരണം വ്യത്യസ്തമായ സിലബസുകളാണ് ഇന്ത്യയില്. എൻട്രൻസ് എക്സാം വരുമ്പോഴത്തേക്കും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം ആണ്. അപ്പൊ അതിൽ കുറെ വിഷയങ്ങൾ വേണം. ഇത് പറയാൻ കാരണം, എനിക്ക് നല്ല മാർക്ക് കിട്ടി 10ാം ക്ലാസ് എന്ന് വിചാരിച്ചിട്ട് റിലാക്സ് ചെയ്യാൻ തുടങ്ങരുത്. ഇത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഇനിയും കുറെ കൂടി പഠിക്കാൻ, നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ. ഇനി അത് കഴിഞ്ഞ് നല്ല എഞ്ചിനീയറിംഗ് കോളേജിലാണ് നിങ്ങൾ ചേരുന്നത് വിചാരിക്കാം. ഞാൻ കേരളത്തിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു.
അവിടെ കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സിലബസ് നിങ്ങൾ എടുത്തു നോക്കണം. വെറുതെ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തൊന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ 11th and 12th സിലബസ് ഒന്ന് എടുത്തു നോക്കുക. മനസ്സിലാവുന്ന ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെമസ്റ്റർ നോക്കിയാൽ മതി. കാണാൻ സെയിം സിലബസ് ആണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇന്ത്യയിൽ, കേരളം മാത്രമല്ല ഇന്ത്യയിൽ ആകെ കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് സെയിം +1 +2 ഗ്രാജുവേഷൻ എഞ്ചിനീയറിംഗിൽ റിപ്പീറ്റ് ചെയ്താൽ അവിടുത്തെ പെർസെന്റേജ് ഓഫ് പാസ് 4%. ഏറ്റവും നല്ല എൻട്രൻസ് എക്സാം ഒക്കെ എഴുതി പാസ്സായി കിട്ടുന്നവരാണ് അവിടെ പഠിക്കുന്നത്. എന്താ കാരണം? പഠിക്കുമ്പോൾ ശരിക്കും പഠിക്കാത്തത്. ഇപ്പൊ ഇവരുടെ കുറച്ച് സ്റ്റുഡൻസ് ഐസറിലൊക്കെ ഉണ്ട്. ഐസറിലുള്ള ചില കുട്ടികൾ എന്നെ വിളിക്കും, ഷോർട്ടൻജേഴ്സ് പ്രിൻസിപ്പിൾ മനസ്സിലാവണില്ല, ഫിസിക്സിൽ ഒരു പ്രിൻസിപ്പിളാണ്, ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഐസറിൽ പക്ഷെ മനസ്സിലാവണില്ല. ഇതിന്റെ ബേസിക് ആണ് നമ്മൾ +1 +2 പഠിക്കുന്നവ. അവിടെ നമ്മൾ എക്സാമിനേഷന് വേണ്ടി പഠിച്ചു, പക്ഷെ എന്ത് ചെയ്തില്ല, മനസ്സിലാക്കി. നിങ്ങളുടെയൊക്കെ മനസ്സിട്ടോ നിങ്ങളുടെ കയ്യിൽ അതാർക്കെങ്കിലും കൊടുത്തോ? ഇംഗ്ലീഷിൽ സാധാരണ പറയാറുള്ളത് ബൈഹാർട്ട് പഠിക്കരുതെന്നാണ്, അതല്ലേ? ബൈഹാർട്ട് പഠിക്കരുതെന്ന് പറയാറുണ്ട് അച്ഛൻ നോക്കിയൊക്കെ. ഡോക്ടർ TPS പറയാറുള്ളത് ലേൺ ബൈ ഹാർട്ട്. പക്ഷെ പതുക്കെ പറയാവോ, സ്പീഡായിട്ട് പറയും. മനസ്സിൽ ആക്കി പഠിക്കുക എന്നാണ് അതിന്റെ ട്രാൻസ്ലേഷൻ, ആണോ അല്ലയോ? സോ ഹൗ ഷുഡ് യു ലേൺ? ലേൺ ബൈ ഹാർട്ട്. അത് പഠിക്കണമെങ്കിൽ എങ്ങനെ ഉള്ള ടീച്ചേഴ്സ് ആണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത്? E effective and A effective എന്നാ പറയും. മിക്കവാറും ടീച്ചേഴ്സിനെ പഠിപ്പിക്കുന്ന ഒരാളാണ്. 1 മില്യൺ ടീച്ചേഴ്സിനെ പഠിപ്പിച്ചിട്ടുണ്ടാവും ഈ ജന്മത്തിൽ ഇതുവരെ. അപ്പോൾ എന്താണ് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുക? ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ദ സബ്ജക്ട്? അപ്പൊ നിങ്ങളൊക്കെ ഈ ഒരു ദിവസം ചെറിയ കുറച്ച് സമയം കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ തീരുമാനിക്കുക, ഇന്ന് മുതൽ ഞാൻ നന്നായിട്ട് പഠിക്കാൻ പോവുകയാണ്. അത് നിങ്ങൾ എഞ്ചിനീയറിംഗിൽ പോവോ? എന്റെ മകൻ, ഞാൻ സയന്റിസ്റ്റ് ആണ്, എന്റെ വൈഫും സയന്റിസ്റ്റ് ആണ്, രണ്ടാളും സ്പേസ് ഡിപ്പാർട്ട്മെന്റ്. എന്റെ വൈഫ് ഇപ്പോൾ ഡയറക്ടറാണ് ഒരു സെന്ററിന്റെ. ഞാൻ 20 വർഷം കഴിഞ്ഞപ്പോ ഡാറ്റാ ബൈ പറഞ്ഞ് കുട്ടികളുടെ ഇടയിൽ പോകുന്നതാണ്. വൈഫ് ഇരിങ്ങാലക്കുടക്കാരിയാണ്, പിന്നെ സർവീസിലെ 33 വർഷം കഴിഞ്ഞു, ഇപ്പൊ ഒരു സെന്ററിന്റെ ഡയറക്ടറാണ്. എന്റെ 2 മക്കള്, എന്റെ രണ്ടാമത്തെ മൂത്ത മകന് താല്പര്യം ഉണ്ടായിരുന്നില്ല സയൻസ്, ബട്ട് ഈ സോഷ്യൽ സയൻസിൽ PhD എടുത്ത അയർലൻഡിലാണ്. രണ്ടാമത്തെ മകൻ IIT എൻട്രൻസ് എക്സാം എഴുതി കിട്ടിയിട്ടില്ല. ആ സമയത്താണ് ഞാനിങ്ങനെ ക്ലാസ് ഒക്കെ എടുത്ത് നടക്കുകയാണ്. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഹൈദരാബാദിൽ ഞാൻ പ്രിൻസിപ്പളോട് സംസാരിച്ചു, എന്റെ മകനൊരു സീറ്റ് വേണം, നിങ്ങളുടെ കോളേജ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗില് നല്ല കോളേജാണല്ലോ, നിങ്ങൾക്ക് ഏത് കോളേജിൽ സീറ്റ് വേണമെങ്കിലും ഹൈദരാബാദിൽ ഞാൻ മേടിച്ചു തരാം കേട്ടോ, ഒരു ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പം. ഹൈദരാബാദിലല്ല അമേരിക്കയിൽ സീറ്റ് മേടിച്ചു തരാൻ വളരെ എളുപ്പം. ഞാൻ ഇപ്പൊ പറയായിരുന്നു വി ക്യാൻ ഹാവ് എ ടൈ അപ്പ്, അമേരിക്കയിലെ നല്ല യൂണിവേഴ്സിറ്റികളിലൊക്കെ സീറ്റ് മേടിച്ചു കൊടുക്കാം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് എന്റെ മകനൊരു സീറ്റ് വേണ്ടി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വാട്ട് ആർ യു ഡൂയിങ്, നിങ്ങൾ എന്താ ചെയ്യാൻ വെച്ചു? ഞാൻ പറഞ്ഞ ക്ലാസ് ഒക്കെ എടുത്ത് നടക്കണം, എന്നൊരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ കോളേജിൽ ഒന്ന് ക്ലാസ് എടുത്ത് വെച്ചു, ശരി എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ അവിടെ പ്രൊഫസറായിട്ട് തീരുമാനിച്ചു. ഏത് ഡിപ്പാർട്ട്മെന്റ് അത് ചോദിച്ചു, ഏത് ഡിപ്പാർട്ട്മെന്റ് വേണമെങ്കിൽ പഠിച്ചോളാം. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഇല്ലാതെ പ്രൊഫസർ പോസ്റ്റ് കിട്ടിയിട്ട് ഒരു കോളേജിന്റെ ഒരു പ്രൊഫസറായിരുന്നു ഞാൻ 2 വർഷം. മകൻ 4 വർഷം, ഞാൻ 2 വർഷം കഴിയുമ്പോൾ അവിടെ നിന്ന് വിട്ടു. അവൻ പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, ഞാൻ പഠിപ്പിക്കുന്ന സെയിം കോളേജ്. പക്ഷേ അത് കഴിഞ്ഞപ്പോ അവൻ പല കമ്പനികളിലും ഹോളിഡേസിൽ വരുമ്പോ, ഇപ്പൊ ഇരിങ്ങാലക്കുട വന്നു കഴിഞ്ഞാൽ ചന്ദ്രികയുടെ സോപ്പ് ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടെങ്കിൽ അവിടെ പോകും. കാലിഞ്ചിന്റെ കമ്പനി ഉണ്ട് ഇരിങ്ങാലക്കുട, അറിയോ? അവിടെ പോയി നോക്കും, എവിടെയൊക്കെ എന്തൊക്കെ കമ്പനികൾ കാണാൻ പറ്റുമോ അതൊക്കെ കാണും. കാരണം എക്സ്പീരിയൻസ് ഈസ് ലേണിംഗ്. നമ്മൾ പഠിക്കുന്ന വിഷയം എവിടെയൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് കൃത്യമായിട്ട് നോക്കി കണ്ടുപിടിക്കാൻ അവനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ എത്തിപ്പെട്ട ഒരു സ്ഥലമാണ് ന്യൂക്ലിയർ ഫ്യൂവൽ സെന്റർ ഹൈദരാബാദ്. ഹൈദരാബാദിൽ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടാകും. ഓരോ ദിവസവും ഓരോ കമ്പനികളിൽ പോകും. ഹോളിഡേ ആണെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കും, എന്ത് ചെയ്യണം? കമ്പനിയിൽ പോയിട്ട് ഈ എഞ്ചിനീയറിംഗ് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അങ്ങനെയാണ് ന്യൂക്ലിയർ ഫ്യൂവൽ കോംപ്ലക്സിൽ എത്തിയിട്ട് ഹെവി വാട്ടറിൽ ഇൻട്രസ്റ്റ് കിട്ടി. അത് കെമിസ്ട്രി ആണ് പഠിച്ചത്, മെക്കാനിക്കൽ. നമ്മൾ വിചാരിക്കും ഫിസിക്സിന്റെ അടുത്തുള്ള സബ്ജക്റ്റ് ആണ്. എന്റെ സബ്ജക്റ്റും ഫ്ലൂയിഡ് മെക്കാനിക്സിലാണ് എന്റെ PhD, മാത്തമാറ്റിക്സ് ആണെങ്കിൽ. പക്ഷെ തിരിച്ചെത്തിയത് കെമിസ്ട്രിയിലാണ്. ഇപ്പോ അമേരിക്കയിലെ അമേരിക്കൻ ഗവൺമെന്റിന്റെ ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആണ്. അപ്പൊ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവങ്ങളിലേക്കല്ല
ഭാവിയിൽ പഠിക്കാൻ ഇഷ്ടംപോലെ സാഹചര്യങ്ങൾ ലോകത്തിൽ എവിടെയും കിട്ടുന്ന ആൾക്കാരാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ദോഹയിലെ ബിർള പബ്ലിക് സ്കൂളില് ഞാൻ ഒരു 3 ദിവസത്തെ വർക്ക്ഷോപ്പ് നടത്തി കഴിഞ്ഞപ്പോ അവിടുത്തെ സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചു, ചില മാനേജ്മെന്റ് ഒക്കെ പറയും നിങ്ങൾക്ക് കൊമേഴ്സേ പഠിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കെമിസ്ട്രിയെ പഠിക്കാൻ പറ്റുള്ളൂ, മാത്സേ പഠിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആ അഡ്മിഷൻ ഡിനൈ ചെയ്തൊരു കുട്ടി വന്നിട്ട് കരഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കേരളത്തിലെ നല്ലൊരു സ്കൂളിൽ ഞാൻ അഡ്മിഷൻ തരാം. അങ്ങനെ കോട്ടയത്തുള്ള ഒരു സ്കൂളില് അന്ന് ഞാൻ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സ്കൂളാണ്. അവിടെ ആ കുട്ടിക്ക് ബയോളജി കൊമേഴ്സേ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് അവിടുത്തെ ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ തീരുമാനിച്ച ഒരു കുട്ടിയെ ബയോളജി ഇപ്പൊ ഡോക്ടറായി. ഇന്ന് രാവിലെ ഞാനുമായിട്ട് ചാറ്റ് ചെയ്യുന്ന ഒരു കുട്ടി, എനിക്ക് തോന്നുന്നു തൃശ്ശൂര് ശാരദ വിദ്യ ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ 9ാം ക്ലാസ്സിൽ ഞാൻ 2010 ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോ തന്നെ ആ കുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞ് തലയിൽ കൈവച്ചിട്ട് അനുഗ്രഹിക്കണം, ഡോക്ടറാവും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു എൻട്രൻസ് എക്സാം ഞാൻ തോറ്റുപോയി, എന്താ ചെയ്യാൻ? ആ സമയത്ത് ഞാൻ ഇരിങ്ങാലക്കുടയിൽ നിന്ന് പാലക്കാടേക്ക് ഡെയിലി ഡ്രൈവ് ചെയ്യുന്ന സമയം, പാലക്കാട് വർക്ക് ചെയ്യുന്ന സമയം. അപ്പൊ രാവിലെ ഇരിങ്ങാലക്കുടയ്ക്ക് വന്നിട്ട് എന്റെ കൂടെ പാലക്കാട് വരെ വന്ന് അവിടെ ഇറങ്ങി തിരിച്ച് കോച്ചിങ് സെന്റർ കൊച്ചിയിൽ തൃശ്ശൂർ വന്ന് അറ്റൻഡ് ചെയ്യും. ഏർലി മോർണിംഗ് 6 o'clock ഇരിങ്ങാലക്കുട. അപ്പൊ രാവിലെ 1 മണിക്കൂർ എന്റെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് അവിടെ കോച്ചിങ് സെന്ററിൽ പോകുന്നത്. അവിടെ ഇന്നിപ്പോ വിളിച്ചു BDS കഴിഞ്ഞ് MDS കഴിഞ്ഞ് ഇപ്പൊ ഈറോഡ് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ പലപ്പോഴും ഇനി എന്റെ ഒരു സിസ്റ്ററുടെ മകളുണ്ട്, അവള് BDS കഴിഞ്ഞു, എൻട്രൻസ് കോച്ചിങ് ഒക്കെ അധികം വീട്ടിലിരുന്ന് മാത്രം പ്രിപ്പയർ ചെയ്തു. ഞാൻ ആ സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞ് BDS കഴിഞ്ഞ് MDS കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് നാനോ ടെക്നോളജിയിലെ MTech തുടങ്ങുന്നത്. അവിടെ അപ്ലൈ ചെയ്ത് MTechന് പോയി. MTech നാനോ ടെക്നോളജി BDS കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ബോംബെ IIT-യിൽ പോയിട്ട് PhD എടുത്തു. അത് കഴിഞ്ഞിട്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഡോക്ടറേറ്റ് ചെയ്തു. എന്റെ ചേച്ചിയുടെ മകൾ സിസിലി എന്നാണ് പേര്, SISINI. സിസിലി എന്ന് പറഞ്ഞ് വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ. കുറെ പേറ്റന്റുകൾ ഉണ്ട് ഇപ്പൊ സ്വന്തം കണ്ടുപിടുത്തങ്ങളിൽ. ലോകത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നാനോ ടെക്നോളജിയിലെ ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ BDS പഠിച്ചതുകൊണ്ട് നാളെ മുതൽ ആളുടെ വായിൽ നോക്കി നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് അതല്ല താല്പര്യമെങ്കിൽ റിസർച്ചിന് പോവാം, ഏത് സബ്ജക്റ്റിലേക്ക് പോവാം. ഞാനൊക്കെ നിങ്ങളുടെ പ്രായമുള്ള സമയത്ത് മൈക്രോബയോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്ട് ഇല്ല. മൈക്രോബയോളജി തുടങ്ങിയത് 1980s-ലാണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6 എന്നാണ്. നാനോ എന്ന് പറഞ്ഞാൽ 10⁻⁻9 ആണ്. കുറച്ചുകൂടി ദീർഘമായിട്ട് ഉള്ളിലേക്ക് നോക്കാൻ പറ്റുമ്പോ -9 ആയിട്ട് മാറുമ്പോഴാണ് നാനോ ടെക്നോളജി ആവുന്നത്. ആ നാനോ ടെക്നോളജി കഴിഞ്ഞാൽ ഇനി ഒന്നുമില്ല എന്നുള്ള സങ്കല്പമൊന്നും വേണ്ട. കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള റിസർച്ച് ഓപ്ഷൻസ്, ഏറ്റവും കൂടുതൽ റിസർച്ച് ഓപ്ഷൻസ് നടക്കുന്ന 2 സബ്ജക്റ്റുകൾ, ഒന്ന് ഡാറ്റ സയൻസും ഒന്ന് മെഡിക്കൽ സയൻസും. കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള, ഞാനൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിലെ കാണാത്തതും വാങ്ങിക്കാത്തതുമായ കമ്പ്യൂട്ടറുകളില്ല. ഇഷ്ടംപോലെ ഏത് കമ്പ്യൂട്ടർ വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്താൽ പിറ്റേ ദിവസം ഞങ്ങൾ ലാബിലേക്ക് വരും. അങ്ങനെ ലാവിഷായിട്ട്, കാരണം എന്റെ സബ്ജക്ട് തന്നെ ഇമേജ് പ്രോസസിംഗ് പറയുന്ന സബ്ജക്ട് ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ റിസർച്ച് ചെയ്തു. റൈറ്റ്? നിങ്ങളൊക്കെ ഗൂഗിൾ ഇപ്പൊ കാണുന്നില്ലേ? നിങ്ങളുടെ മാപ്പിൽ ഗൂഗിൾ കാണുന്നില്ലേ? 30 കൊല്ലം മുമ്പ് ഇതേപോലെ ഗൂഗിൾ മാപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ മിലിറ്ററിക്കാർക്ക് സപ്ലൈ ചെയ്തിട്ടുള്ള ആളാണ്. ഓക്കെ, കാർഗിൽ വാർ നടക്കുന്ന സമയത്തും പിന്നെ സിംഗപ്പൂർ, നമ്മുടെ ഈ ഭാഗത്ത് ഒരു കളറുണ്ടായിരുന്നല്ലോ, കേരളത്തിനും തമിഴ്നാട്ടിനൊക്കെ ഇടയിൽ വീരപ്പനെ പിടിക്കാനുള്ള മാപ്പ് ഉണ്ടാക്കി കൊടുത്തത് ഞാൻ. അപ്പൊ ഇത്തരം കുറേ സന്ദർഭങ്ങൾ ഞാൻ മാത്തമാറ്റിക്സ് പഠിച്ചപ്പോൾ ഒരു കാലത്തും വിചാരിച്ചിട്ടില്ല നാളെ ഞാൻ ജിയോഗ്രഫിയുടെ മാപ്പ് എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫി ആണല്ലോ അല്ലെ, ജിയോഗ്രഫിയിൽ ജോലി ചെയ്യേണ്ടി വരും. ഞാൻ ചെയ്തതൊക്കെ ഗൂഗിൾ മാപ്പ് എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിയാണ്, ആണല്ലോ. അപ്പൊ എങ്ങനെ പഠിക്കണം? നന്നായിട്ട് പഠിക്കണം, നല്ലപോലെ മനസ്സിലാക്കിയിട്ട് പഠിക്കണം. ഒരു ഗ്യാരണ്ടി, നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 10ാം ക്ലാസ്സിലെ ഹിന്ദി, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, ഈ സബ്ജക്റ്റുകളൊക്കെ ഡോക്ടർ GPS, ഫിസിക്സ് 10th ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റെ ക്ലാസ് കാണും. എന്റെ കണ്ണൂരിലെ വീട്ടിൽ ലിജു ഒക്കെ വന്നിട്ടുണ്ട്.
അവിടെ 10-30 കുട്ടികൾ വന്ന് താമസിച്ചിട്ട് അവരെ പഠിപ്പിക്കുമായിരുന്നു. അവിടുത്തെ പഴയ സ്കൂൾ ഞങ്ങളുടെ സ്കൂളാണ്. അപ്പൊ അവിടുത്തെ കുട്ടികളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവരോട് പറയും, നിങ്ങൾ ഇന്ന് ഏത് വിഷയമാണ് പഠിക്കുന്നത്, സാമ്പിൾ ആയിട്ട് പറഞ്ഞോളൂ, കംപ്ലീറ്റ് സിലബസ് ഒന്നും തന്നില്ല. ഹിന്ദിയിലൊക്കെ ഒരു ചാപ്റ്റർ എങ്ങനെ പഠിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുത്താൽ ബാക്കി അവർ പഠിച്ചു. അപ്പൊ അത്തരം ഓപ്ഷൻസ് ആണ്. പഠിക്കാൻ പഠിപ്പിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ഒരു റൂട്ടിൽ സൈക്കിൾ ഓടിക്കാൻ, മറ്റേ റൂട്ടിൽ സൈക്കിൾ ഓടിക്കാൻ, മറ്റേ റൂട്ടിൽ സൈക്കിൾ ഓടിക്കാൻ, അങ്ങനെയല്ല പഠിപ്പിക്കേണ്ടത്. സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചാൽ നിങ്ങൾ ഏത് റൂട്ടിൽ നിങ്ങൾ സൈക്കിൾ ഓടിക്കുള്ളൂ അല്ലേ? അങ്ങനെ പഠിപ്പിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇത്രയും എനിക്ക് എത്ര വേണമെങ്കിലും പറയാം. 20 മിനിറ്റോട് പറഞ്ഞു, എന്നോട് 40 മിനിറ്റ് പറയാനാ പറഞ്ഞു അല്ലേ? പക്ഷെ ഞാൻ 20 മിനിറ്റേ പറയുള്ളൂ. എന്താ കാരണം എന്നറിയോ? ഇതൊക്കെ യൂട്യൂബിൽ പോയിട്ട് ഡോക്ടർ GPS അടിച്ചാൽ 3500 യൂട്യൂബിൽ വീഡിയോ ഉണ്ട്, നിങ്ങൾക്കൊക്കെ കേൾക്കാം. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സംശയം ചോദിക്കണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഏറ്റവും നല്ല സ്റ്റുഡന്റ് ആയിട്ട് വിശ്വസിക്കുന്നത് കേൾക്കുന്നവരെയല്ല, ചോദിക്കുന്നവരെയാണ്. ആർക്കെങ്കിലും ക്വസ്റ്റ് ഉണ്ടോ? ക്വസ്റ്റ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആർക്കെങ്കിലും ഒരു നല്ല കുട്ടികളാണെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷം. പകുതി സമയം സംസാരിക്കുക, പകുതി ചോദ്യം. ആചാര്യ പാദവാദത്തെ പാദം ശിഷ്യ സ്വമേധയ പാദം ബ്രഹ്മചാരിഭ്യ പാദം കാലക്രമേണ. ആചാര്യ പാദവാദത്തെ, ഞാനൊരു ആചാര്യനാണ്. ആചാര്യ പാദവാദത്തെ 1/4 മാത്രമേ ആചാര്യങ്ങൾക്ക് ഉണ്ടാവൂ. പാദം ശിഷ്യ സ്വമേധയ, നിങ്ങൾ സ്വന്തം ആലോചിക്കുക എന്താ പറഞ്ഞത്, ഇയാളെന്തിനപ്പ ഇതൊക്കെ പറയണം എന്റെ അടുത്ത് എന്ന് സ്വന്തം ചോദിക്കുമ്പോ, ഓ ഈ ഒരു ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് ഉത്തരം കിട്ടും. 5 W എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോം ഓഫ് വൈഫ്. 5 വൈഫും ഒരു ഹസ്ബൻഡും എപ്പോഴും കയ്യിലുണ്ടാവും. വേർ, വെൻ, വാട്ട്, വൈ, പിന്നെ അവസാനം ഹൗ. ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്റ്റുഡന്റ് ആവും. 2 ക്യാരക്ടേഴ്സ് വേണം, നോട്ട് ടേക്കിംഗ് ആൻഡ് നോട്ട് മേക്കിംഗ്. എന്ത് ചെയ്യണം? നോട്ട് ടേക്കിംഗ് ആൻഡ് നോട്ട് മേക്കിംഗ്. നോട്ട് ഉണ്ടാക്കണം, അത് പിന്നെ പോയിട്ട് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റണം. കോംപ്രഹെൻഷൻ, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ. ഞാൻ പറഞ്ഞല്ലോ 10ാം ക്ലാസ് വരെയുള്ള വിഷയം ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ഒക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ളൊരു സംഭവമാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ നിങ്ങൾ വിടും. അടുത്ത കാലത്ത് ലാസ്റ്റ് ഞാൻ ജോലി ചെയ്യുന്നത് KL യൂണിവേഴ്സിറ്റിയുടെ ഹൈദരാബാദ് ക്യാമ്പസ്. KL ഹൈദരാബാദ് എന്നുള്ളത് KLH അവിടെ മാത്തമാറ്റിക്സ് പ്രൊഫസർ ആയിരുന്നു ലാസ്റ്റ് വർഷം വരെ. ഇടക്കിടക്ക് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യും. അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ എടുത്ത ക്ലാസ്, നമുക്ക് ഈ ഓട്ടോണമസ് യൂണിവേഴ്സിറ്റികൾ നമുക്ക് പുതിയ പേപ്പർ ഉണ്ടാക്കാം. ആ പേപ്പർ ഉണ്ടാക്കിയിട്ട് അത് പഠിപ്പിക്കാം. അപ്പൊ ഞാൻ അവിടെ ഒരു പേപ്പർ ഉണ്ടാക്കി പഠിപ്പിച്ചത് എന്താ അറിയോ? ക്യാമ്പസ് ടു കോർപ്പറേറ്റ്. ആ ക്യാമ്പസിൽ പഠിക്കുന്ന MBA കുട്ടികൾക്ക്, ഞാനൊരു MBA പ്രൊഫസർ ആയിരുന്നു കുറച്ചു കാലം. അവിടെയുള്ള MBA കുട്ടികൾക്ക് നമുക്ക് എങ്ങനെ ജോലി കൊടുക്കാം, അതിന് എന്തൊക്കെ വേണം, അതിന് പഠിപ്പിച്ചത് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സും ഫിസിക്സും ഒക്കെ. അത് ഇംഗ്ലീഷ് കോംപ്രഹെൻഷനുമാണ്. അപ്പൊ നിങ്ങൾക്ക് ചുരുക്കി സബ്ജക്റ്റുകൾ എഴുതാൻ പഠിക്കണം. എന്റെ ഒരു ബുക്ക് ഉണ്ട്, സിവിൽ സർവീസ് പ്രിലിംസ് ഹാൻഡ് ബുക്ക്. സിവിൽ സർവീസ് പ്രിലിംസ് ഹാൻഡ് ബുക്ക് ഞാൻ എഴുതിയതല്ല, എന്റെ സ്റ്റുഡന്റ് എഴുതിയതാണ്. വിത്ത് ഡോക്ടർ TPS ഞാൻ എങ്ങനെ ഇതിന് പ്രിപ്പയർ ചെയ്യുന്നത് പഠിപ്പിച്ചപ്പോ അത് ബുക്കാക്കി മാറ്റി എഴുതിയതാണ്. അത് കോട്ടയത്തെ ഒരു സ്കൂളില് ഇതേപോലൊരു ഫംഗ്ഷന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പ്രിന്റ് ചെയ്യാൻ തുടങ്ങിയത്. അതല്ലെങ്കിൽ എന്റെ ബുക്സ് ഒക്കെ നെറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. സിവിൽ സർവീസ് പ്രിലിംസ് ഹാൻഡ് ബുക്ക്. ആർക്കെങ്കിലും സിവിൽ സർവീസ് താല്പര്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതിന് മാത്രമല്ല ഏത് കോമ്പറ്റീറ്റീവ് എക്സാം എഴുതണമെങ്കിലും, ഏത് MNC കമ്പനിയിൽ നാളെ ജോലി കിട്ടണമെങ്കിലും, IELTS എഴുതണമെങ്കിലും നിങ്ങളുടെ ഇംഗ്ലീഷ് ഹാസ് ടു ബി വെരി ഗുഡ്. അതെങ്ങനെ പഠിക്കാം എന്നുള്ളതിന്റെ ഒരു വിവരം. റൈറ്റ്? ഇതൊന്നും മതി. കുറെ പറഞ്ഞാൽ അവിടെ ഇവിടെ തന്നെ പറയാം. Any question? 6, 5, 0 ആവുമ്പോൾ മതിയോ? ആർക്കെങ്കിലും ചോദ്യം വേണോ? Come on, yeah, good. Come on, come here. Come on. No question? നമുക്ക് തരാനുള്ള ഈ ട്രോഫി തന്ന് നമ്മളെ വിട്ടുകളാണ്. ഇയാളൊക്കെ എന്തിനാ നമ്മുടെ സമയം കളയുന്നത്? ഇപ്പൊ മനസ്സിലായില്ലേ, ഞാൻ 40 മിനിറ്റ് സംസാരിച്ചാലും ഇത്രയൊക്കെ എഫക്ട് ഉണ്ടാവുള്ളൂ. ഒരാൾക്കില്ല, ഒരു ടീച്ചേഴ്സിനും ഒരു സ്റ്റുഡൻസിനും. TPS വേറെ എക്സ്പാൻഷനും കൊണ്ടുണ്ട്, തല്ലിപ്പൊടി ശശികുമാർ. എന്താ ബോധം നോക്കുക. പക്ഷെ തല്ലന്നെയാണ് അടി. ഞാൻ 8ാം ക്ലാസ്സിലെ കുട്ടികളെ ഏറ്റെടുത്ത് നന്നാക്കിയിട്ട് പറഞ്ഞല്ലോ അല്ലേ? ഏതെങ്കിലും എന്നെ പോലെയുള്ള കഴുത വന്ന് സംസാരിച്ചാലും
അയാളെടുത്ത് ചോദ്യം ചോദിച്ചിട്ടില്ലെങ്കിൽ ഈ 90 കുട്ടികളെ ആണും പെണ്ണും വ്യത്യസ്തമില്ലാതെ തൊട്ടക്കൻ കൈകൊണ്ട് നല്ല അടി കൊടുക്കുമായിരുന്നു. കാരണം നല്ല കുട്ടികളാവണമെങ്കിൽ അത്യാവശ്യമായിട്ട് ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞു. ഹിന്ദിയിൽ സംസാരിക്കുന്ന ആൾക്കാർ വന്നപ്പോഴും ഞാൻ മുമ്പ് കൊണ്ട് നിർത്തിയാൽ ഹിന്ദി ഒന്നും മനസ്സിലാവില്ലെങ്കിലും അവർ ചോദ്യം ചോദിക്കും. മനസ്സിലാണ്ടോ? അവർ ഇംഗ്ലീഷ് പഠിപ്പിച്ചതും ചോദ്യം ചോദിക്കാൻ പഠിപ്പിച്ചിട്ടാണ്. ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ഗോവയിലും കൊണ്ടുപോയി അവർ. എന്നിട്ട് ഗോവ ബീച്ചിലുള്ള എല്ലാ ആൾക്കാരും കുറെ ചോദ്യം ചോദിച്ചിട്ട് അവരുടെ ബയോഡാറ്റയും ജിയോഗ്രഫിയും ഹിസ്റ്ററിയും ഒക്കെ എഴുതിയെടുത്ത് പഠിച്ച് തിരിച്ചു വന്ന് എന്റെ അടുത്ത് പറഞ്ഞു തന്നു. അങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നവരാണ് ഏറ്റവും നല്ല കുട്ടികൾ. ഇല്ലല്ലോ? പവറട്ടിയിൽ നമ്മൾ പണ്ടൊരു പ്രോഗ്രാം നടത്തിയിരുന്നു. ആ പ്രോഗ്രാം നടത്തിയ സമയത്ത് അന്ന് ചോദ്യം ചോദിച്ച കുട്ടിക്ക് ഞാൻ ഒരു 100 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. 6 വർഷത്തിന് ശേഷം ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ BA പൊളിറ്റിക്സ് കഴിഞ്ഞു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അതിനാണ് വിളിച്ചത്. നാളെ മറ്റന്നാളോ എന്നെ വന്ന് കാണും ഞാനവിടെ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നെ എങ്ങനെ ഓർമ്മാണ്? ആ 100 രൂപ തന്നൊരു സാറിന്റെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിപ്പോഴും ചെലവാക്കിയിട്ടില്ല. അപ്പൊ അതിന് 100 രൂപയുടെ വിലയില്ലാന്ന് മനസ്സിലായി. ഫൈൻ. അങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ. നിങ്ങൾക്ക് ഈ ഒരു 2 മിനിറ്റും കൂടി സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ TPS ഞാൻ ചിലപ്പോ മഷി ഇട്ട് നോക്കിയാൽ കാണും. കാരണം ഇനി ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? പവർട്ടിയിൽ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നത് 2002-ലാണ് ആദ്യമായിട്ട്. നിങ്ങൾ പലരും ജനിച്ചിട്ടുണ്ടാകും. 2002-ൽ പവർട്ടിയിൽ വന്ന് ഞാൻ ക്ലാസ് എടുത്തത്. പിന്നെ വന്നത് എനിക്കൊന്ന് പവർട്ടിയിൽ 2-3 പ്രാവശ്യം വന്നത്. പിന്നെ ഇപ്പോഴാണ്. ആർക്കെങ്കിലും ചോദിക്കാത്ത ലാസ്റ്റ് ചാൻസ്. 500 റുപ്യെങ്കിലും കൊടുക്കാന്ന് വിചാരിച്ചത് ആദ്യം ചോദ്യം ചോദിക്കുന്നതാണ്. തലശ്ശേരി ഒരു ക്ലാസ്സിൽ പോയിട്ട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഒട്ടനെ 12 പേര് വന്ന് എന്റെ 6000 രൂപ എടുത്തു. കുറേ കാശ് അങ്ങനെ 500 രൂപ പോക്കറ്റിൽ ഇട്ടിട്ടാണ് ഞാൻ സ്കൂൾസിലൊക്കെ പോവുക. 500-ഉം 2000 ഒക്കെ കയ്യിലും. അതാണ് ഞാൻ സാധാരണ ഓഫർ ചെയ്യാം. ഒന്നും പേടിക്കണ്ട. അവസാനം ബില്ല് കൊടുത്താൽ ബില്ല് റീഇംബേഴ്സ് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ ടാറ്റ, ബൈ ബൈ, ഗോഡ് ബ്ലസ് യു. നല്ല കുട്ടികളായി ഭാവിയിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും വെച്ച് നിങ്ങളെ കാണാൻ ദുര്യോഗമില്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയും മംഗളവും നേർന്നുകൊണ്ട് നമസ്കാരം. എപ്പോഴെങ്കിലും യൂട്യൂബിലൊക്കെ പോവുകയാണെങ്കിൽ ഡോക്ടർ TPS എന്ന് അടിച്ചു നോക്കുക. ഈ പിറ്റും അവിടെ കാണാം. ഇതടക്കം നിങ്ങൾ ആരും ചോദ്യം ചോദിച്ചിട്ടില്ല എന്നുള്ള ഭാഗമടക്കം യൂട്യൂബിൽ കാണാം. അവിടെ നിങ്ങൾ പോയിട്ട് ലൈക്ക് അടിക്കണം, അല്ലെങ്കിൽ അവിടെയെങ്കിലും കുറച്ച് ചോദിക്കണം. ഫൈൻ. താങ്ക് യു. സി യു.